5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ശശി തരൂരിന് വേണ്ടി PR വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ഏത് ഏജൻസിയാണ്? നല്ല രസമുള്ള ഏജൻസിയാണ്, എന്തായാലും അത് പഠിക്കേണ്ട ഒരു ഏജൻസിയാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ BJP-യിലേക്ക് ഇല്ല. ഇന്നലെ അദ്ദേഹം മോഡിയെ പുകഴ്ത്തും BJP-ക്ക് ഇല്ല, മോഡിയെ പുകഴ്ത്തും BJP-യിലേക്ക് ഇല്ല. നല്ല രസമല്ലേ? കോൺഗ്രസിനെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുകയാണ്. AICC പറയുന്നു ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യേണ്ട, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ. KPCC-കാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഒരാൾ പോലും ഇദ്ദേഹത്തിനെതിരെ വാ തുറക്കരുത്. ഇദ്ദേഹം വയനാട് നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നപ്പോൾ 5-ാം മണിക്കൂറിൽ ഇനി കുറച്ച് ആളുകൾ വോട്ടുകളുള്ള സമയത്ത് പറഞ്ഞു എന്നെ ആരും വിളിച്ചില്ലേ, ഞാൻ വിളിക്കാത്തതുകൊണ്ട് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഉടൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു സംബന്ധമൊന്നുമല്ലോ അവിടെ നടക്കുന്നത്, വിളിക്കാനെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഉടനെ ഇത് അസംബന്ധങ്ങൾ പറയരുതെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായി. എന്തായാലും ശശി തരൂർ വീണ്ടും വളരെ റെഡിയായി, നിങ്ങൾ ഉന്മേഷവാനായി ഉത്സാഹഭരിതനായി നിൽക്കുകയാണ്. അദ്ദേഹം BJP-യിലേക്ക് ഇല്ല അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതേസമയം മോഡി തരുന്ന ഏതൊരു അസൈൻമെൻറ്റും എടുക്കുകയും ചെയ്യും. അപ്പോഴാണ് സംശയം, മോഡി ഗവർണറാക്കിയാൽ പോകുമോ? അടുത്ത സംശയമുണ്ട് കോൺഗ്രസ്സുകാർക്ക്. വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആക്കിയാൽ പോകുമോ? മന്ത്രിയാക്കിയാൽ പോകുമോ? BJP-യിൽ ചേരണ്ട, മന്ത്രിയായിട്ട് പോകാമല്ലോ, BJP പാർട്ടി മെമ്പർഷിപ്പ് എടുക്കണ്ടല്ലോ. അപ്പോഴും ശശി തരൂരിന് പറയാൻ പറ്റും ഞാൻ BJP ചേർന്നിട്ടില്ല, പക്ഷേ മന്ത്രി സ്ഥാനം തന്നപ്പോൾ ഞാൻ ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം, അല്ലെങ്കിൽ ഒരു പദവി ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അംബാസഡർ, ഏതെങ്കിലും ഒരു വലിയ പദവി തന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, BJP ചേർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ ശശി തരൂരിന് പറയാം. പക്ഷേ എന്തായാലും വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ശശി തരൂരിനെ പോലെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തൊക്കെ അറിയപ്പെടുന്ന ഒരു ഒരു നയതന്ത്ര വിദഗ്ധനെ, അല്ലെങ്കിൽ ഒരു ഐക്യരാഷ്ട്രസഭയിലൊക്കെ പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയെ ഒഴിവാക്കാനും വയ്യ. 3-4 പ്രാവശ്യം തിരുവനന്തപുരത്ത് ജയിക്കുകയും ചെയ്തു. അദ്ദേഹം മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ AICC പ്രസിഡൻ്റാകാൻ വരെ മത്സരിച്ച ആളാണ്. അപ്പോൾ ചില്ലറ ആളല്ല. അദ്ദേഹത്തിനെ തോൽപ്പിക്കാനും കഴിയുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിൽ അങ്ങ് പോകുമായിരുന്നു ഈ കുത്തൊഴുക്കിലൂടെ, അതും കഴിയുന്നില്ല. 2 പ്രാവശ്യം അദ്ദേഹം തുടർച്ചയായി 4 പ്രാവശ്യമായി, 2 പ്രാവശ്യം വളരെ അടുത്തടുത്ത് തന്നെ ഈ മൊത്ത ഒഴുക്കിൽ 20 പേരുടെ ഒഴുക്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൃത്യമായി വളരെ നാമമാത്രമായ വോട്ടിനാണല്ലോ രാജീവ് ചന്ദ്രശേഖരനോട് ജയിക്കുന്നത്. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മന്ത്രി. പക്ഷേ അങ്ങനെ ആയെങ്കിൽ അദ്ദേഹത്തിന് BJP പ്രസിഡൻ്റായി കിട്ടുകയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കാലത്തിൻ്റെ ഓരോ കാവ്യനീതിയാണ്, ഓരോരുത്തർ ഓരോ സ്ഥലത്ത് നിൽക്കണമെന്നുള്ളത്. എന്തായാലും നമ്മുടെ ശശി തരൂർ BJP-യിലേക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നു. ഇങ്ങനെ പറയുമ്പോഴും ഇന്നെപ്പോഴാണ് ഇനി മോദിയെ പുകഴ്ത്തുന്നത്, പിന്നെ BJP-യെ പുകഴ്ത്തുന്നത് എന്നറിയില്ല. ഇന്നലെയും പറഞ്ഞു അന്താരാഷ്ട്ര തലങ്ങളിൽ മോദി തിളങ്ങി നിൽക്കുകയാണ്, മോദിയാണ് ലോകരാഷ്ട്രങ്ങളിൽ താരം എന്ന് പറഞ്ഞു. നെഹ്റു ഒന്നുമല്ല, മോഡിയാണ് താരം എന്ന് ശശി തരൂർ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഒരു കാൽ മോഡിയുടെ വള്ളത്തിലും അല്ലെങ്കിൽ BJP വള്ളത്തിലും, മനസ്സ് മോഡിയുടെ മനസ്സിലും ശരീരം കോൺഗ്രസ്സിലുമായി നിൽക്കുന്ന, ഒരു കാല് കോൺഗ്രസ്സിലുമായി നിൽക്കുന്ന ശശി തരൂരിന് എത്ര കാലം നിൽക്കാൻ കഴിയുമെന്നറിയില്ല. എന്തായാലും ഒരു കാര്യത്തിൽ ശശി തരൂർ വിജയിച്ചിട്ടുണ്ട്. ശശി തരൂരിന് തെറി പറയരുതെന്ന്, കോൺഗ്രസ്സുകാരും തെറി പറയരുതെന്ന് AICC കൊണ്ട് പറയിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ശശി തരൂർ ഇടപെട്ടിട്ടായാലും അല്ലെങ്കിലും AICC ഒരു തിട്ടൂരം കൊടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശശി തരൂരിനെതിരെ ഒന്നും പറയരുത്, നമുക്ക് നോക്കാം ഏതുവരെയാണ് ഈ വണ്ടി പോകുന്നത്, വള്ളം ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശശി തരൂർ പോകുമോ, നിൽക്കുമോ, എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് കാലം കാത്തിരുന്ന് കാണാം.